കേരളത്തിലെ കുടുംബങ്ങളിൽ വലിയൊരു പങ്ക് കുടിവെള്ളത്തിനായി കിണറുകളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ കിണറുകളുടെ ജലത്തിൻ്റെ ഗുണനിലവാര നിർണ്ണയത്തിനായിട്ടുള്ള ലാബുകൾ കേരളത്തിൽ കുറവാണ്. ഈ ലാബുകൾ കൂടുതലുള്ളത് നഗരപ്രദേശങ്ങളിലാണ്. ഇപ്രകാരമുള്ളൊരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഹരിത കേരള മിഷൻ്റെ സംസ്ഥാന തല സമിതിയിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയുള്ള സമിതിയിൽ, എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഹയർ സെക്കൻഡറി തലത്തിലുള്ള സ്കൂൾ തലത്തിൽ പ്രാഥമിക ജല ഗുണനിലവാര പരിശോധന സംവിധാനങ്ങൾ രൂപപ്പെടുത്താനായി തീരുമാനിച്ചത്. ഹരിത കേരള മിഷൻ, സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇവ മൂന്നും കൂടി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രാഥമിക തല ജല ഗുണനിലവാര പരിശോധന സംവിധാനങ്ങൾ രൂപപ്പെടുമ്പോൾ സ്കൂളുകളിൽ നിലവിലുള്ള ലാബോറട്ടറി സംവിധാനമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ആ സ്കൂളിൽ ഒരു അധ്യാപകന് ഇതിൻ്റെ ചുമതല നൽകുകയും ആ പ്രാദേശിക തലത്തിൽ നിന്നുള്ള ജലത്തിൻ്റെ സാമ്പിളുകൾ സ്കൂളിൽ ശേഖരിച്ച് അതിൻ്റെ പരിശോധന നടത്തി ആളുകൾക്ക് റിസൾട്ട് നൽകുന്ന ഒരു വലിയ പദ്ധതിക്കാണ് ഹരിത കേരള മിഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ചേർന്ന് തയ്യാറാക്കുന്നത്. ജനങ്ങളിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ എത്തുന്നു, വിദ്യാഭ്യാസ സമ്പ്രദായവും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ വലിയൊരറിവും അധ്യാപകരുടെ കഴിവുകളും നമ്മളുടെ സംവിധാനങ്ങളെല്ലാം പ്രാദേശിക തലത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വലിയ രീതിയിൽ ജനാധിപത്യ പ്രക്രിയയുടെ തന്നെ ഭാഗമാക്കി കുട്ടികളെയും അധ്യാപകരെയും കൂടെ മാറ്റുന്ന ഈ ഒരു വലിയ പ്രക്രിയയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജലമലിനീകരണത്തെ നേരിടുന്നതിനായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻകൈയിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ കുടിക്കുന്ന വെള്ളം എങ്ങനെ അത് കുടിക്കാൻ യോഗ്യമാണ് എന്ന് ഉറപ്പുവരുത്താം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം 60 ലക്ഷത്തിലധികം വരുന്ന നമ്മുടെ കിണറുകളിലെ വെള്ളമാണ്. അപ്പോൾ കുടിവെള്ളം യോഗ്യമാക്കുന്നതിനായിട്ട് ഹരിത കേരള മിഷൻ ജലമലിനീകരണത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു ഇടപെടലാണ് ജലഗുണപരിശോധന ലാബുകൾ. ഹരിത കേരള മിഷൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും അവിടെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിക്കുന്ന ലാബുകളിൽ ജനങ്ങൾ അവരുടെ കിണറ്റിലെ വെള്ളം കൊണ്ടുവന്ന് പരിശോധിച്ച് അത് ശുദ്ധമാണ് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നൈട്രേറ്റിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ മറ്റു തരത്തിൽ അമോണിയയുടെ സാന്നിധ്യം, ഫ്ലൂറൈഡിൻ്റെ സാന്നിധ്യം ഉണ്ടാകാം, കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാകാം. ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള കിണർ വെള്ളം അതെങ്ങനെ കൂടുതൽ ശുദ്ധീകരിക്കാൻ കഴിയും? ഇതിനാവശ്യമുള്ള നിർദ്ദേശങ്ങളും ഈ ലാബുകളിൽ നിന്ന് നൽകാൻ കഴിയും. IITMKയുടെ സഹായത്തോടുകൂടി ഇത്തരത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ അത് ഓരോ പ്രദേശത്തെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും ആരോഗ്യ പ്രവർത്തകർക്കും നൽകിക്കൊണ്ട് തുടർ പ്രവർത്തനങ്ങൾക്ക് സാധ്യമായ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഹരിത കേരള മിഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത്രയും ജലമുള്ളപ്പോൾ ആ ജലത്തെ വിവേകത്തോടുകൂടി ആരോഗ്യപരമായി സമീപിച്ചുകൊണ്ട് അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഹരിത കേരള മിഷൻ ലക്ഷ്യമാക്കുന്നത്. ഇപ്പോൾ ജലഗുണ പരിശോധനാ ലാബുകൾ തീർച്ചയായും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ തന്നെ നടത്തുന്ന ഒരു ഗുണപരമായിട്ടുള്ള കാൽവയ്പ്പാണ്. ജല ഗുണനിലവാര നിർണയവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നടത്തേണ്ട പരിശോധനകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ഈ ലാബിൽ പരിചയപ്പെടാം. പ്രധാനമായും 9 ഘടകങ്ങളാണ് പരിശോധനയ്ക്കായുള്ളത്. നിറം, ഗന്ധം, pH മൂല്യം, വൈദ്യുതി ചാലകത അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ലവണ സാന്നിധ്യം സലൈനിറ്റി, ലയിച്ചു ചേർന്നിട്ടുള്ള ഖരപദാർത്ഥങ്ങളുടെ അളവ് അതായത് TDS, നൈട്രേറ്റിന്റെ അളവ്, അമോണിയയുടെ അളവ്, കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം എന്നിവയാണ് ഇത്തരത്തിൽ പരിശോധിക്കുന്നത്. പരിശോധനയ്ക്കാവശ്യമായ ജലം ശേഖരിക്കുന്ന രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പരിശോധിക്കാം. പരിശോധനയ്ക്ക് ആവശ്യമായ ജലം സ്കൂളിൽ നിന്നും ലഭ്യമാകുന്ന സ്റ്റെറിലൈസ്ഡ് ബോട്ടിലിലാണ് കൊണ്ടുവരേണ്ടത്. ഇതിനാവശ്യമായ ബോട്ടിൽ ചുമതലയുള്ള അധ്യാപകരോ ഉദ്യോഗസ്ഥരോ നൽകണം. ഇതിൽ പരിശോധിക്കേണ്ട വെള്ളമല്ലാതെ മറ്റൊരു വെള്ളവും എടുക്കാനോ ബോട്ടിൽ കഴുകാനോ പാടില്ല എന്ന കാര്യം ബോട്ടിൽ കൈമാറുന്ന സമയം പ്രത്യേകം പറയണം. ഇത്തരത്തിൽ സ്റ്റെറിലൈസ്ഡ് ബോട്ടിൽ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ വീട്ടിലെ വൃത്തിയുള്ള നന്നായി കഴുകിയ ഒരു ബോട്ടിലിൽ ജലം ശേഖരിക്കാവുന്നതാണ്.
ഈ ബോട്ടിലിൽ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള രാസലായനികൾ എടുത്തത് ആകരുത്. അതായത് ലോഷനുകൾ, മണ്ണെണ്ണ, പെട്രോൾ, ടർപ്പന്റൈൻ മുതലായവ. കിണറുകളിൽ നിന്നും ടാങ്കിൽ ശേഖരിച്ചതോ ടാങ്കിൽ ശേഖരിച്ചതിൽ നിന്നും പൈപ്പിലൂടെ വരുന്നതോ ആയ ജലം സാമ്പിളായി എടുക്കാൻ പാടില്ല. കിണറിൽ നിന്നും നേരിട്ട് ജലം ശേഖരിക്കണം. കുപ്പിയിൽ വെള്ളമെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ അടച്ച് സൂക്ഷിക്കുകയും അതേപടി ലാബിൽ എത്തിക്കുകയും വേണം. കുഴൽ കിണറിൽ നിന്നാണ് ജലം ശേഖരിക്കുന്നതെങ്കിൽ ടാങ്കിൽ വീഴുന്നതിന് മുൻപ് തന്നെ സാമ്പിൾ എടുക്കേണ്ടതാണ്. പരിശോധനയ്ക്കായി ലാബിലേക്ക് കൊണ്ടുവരുന്ന വെള്ളം വാങ്ങി അതിന് സീരിയൽ നമ്പർ നൽകി അത് കുപ്പിയിൽ മാർക്ക് ചെയ്യുകയും അതിനെ റാക്കിൽ സൂക്ഷിക്കുകയും വേണം. ഇതോടൊപ്പം തന്നെ ഈ സീരിയൽ നമ്പർ ഉൾപ്പെടുന്ന ഒരു രസീത് കുട്ടിക്ക് നൽകണം. ഓൺലൈൻ പോർട്ടലിൽ നിന്ന് ലഭ്യമാകുന്ന സീരിയൽ നമ്പറാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ രേഖപ്പെടുത്തലുകൾ കമ്പ്യൂട്ടറിൽ ഇതോടൊപ്പം തന്നെ നടത്തണം. ഇതിനായി ഹരിത കേരളം മിഷൻ തയ്യാറാക്കിയ ഹരിത ദൃഷ്ടി ആപ്ലിക്കേഷന്റെ URL അഡ്രസ് ഈ കാണുന്നതാണ്. ഈ സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാക്കിയിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് പ്രവേശിക്കാവുന്നതാണ്. ഇത്തരത്തിൽ 100 സാമ്പിളുകളെങ്കിലും ലഭ്യമായ ശേഷം പരിശോധന തുടങ്ങുന്നതാണ് അഭികാമ്യം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പരിശോധനാ ചിലവുകൾ ലാഭകരമാക്കാം. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു നിശ്ചിത ദിവസം നൽകി ആ ദിവസം തന്നെ പരിശോധനാ ബോട്ടിലുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് ലാബിൽ എന്തെല്ലാം പരിശോധനകളാണ് ഉള്ളതെന്നും ഏതെല്ലാം ഉപകരണങ്ങളാണ് പരിശോധനയ്ക്കായി ഉപയോഗിക്കേണ്ടത് എന്നും പരിചയപ്പെടാം. പരിശോധന ആരംഭിക്കുന്നതിന് മുമ്പ് സാമ്പിൾ നമ്പർ എഴുതിയ ഒരു റിസൾട്ട് ഷീറ്റ് തയ്യാറാക്കി വെക്കണം. നിറമാണ് ആദ്യം നോക്കേണ്ടുന്ന ഘടകം. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന നിറം എഴുതിയാൽ മതിയാകും. മഞ്ഞ നിറം, തെളിഞ്ഞത്, വെള്ള നിറം എന്നിങ്ങനെയൊക്കെ ജലം കാണാറുണ്ട്. നിറമുണ്ട്, നിറമില്ല എന്നീ 2 അവസ്ഥകൾ മാത്രമേ നമ്മൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ളൂ. ടെസ്റ്റ് ട്യൂബിൽ എടുത്തു വേണം നിറവും ഗന്ധവും പരിശോധിക്കാൻ. നിറമില്ല എന്ന് രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് ഗന്ധമില്ല എന്നെഴുതിക്കോളൂ. ഉപയോഗയോഗ്യമായ ജലത്തിന് ഒരു ഗന്ധവും ഉണ്ടാകാൻ പാടില്ല. നിറവും ഗന്ധവും ഒരേ സമയം നോക്കാവുന്നതാണ്. അടുത്ത 4 പരിശോധനകൾ ഒരു ഉപകരണം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. pH, വൈദ്യുത ചാലകത, സലൈനിറ്റി, ലയിച്ചു ചേർന്ന ഖരപദാർത്ഥങ്ങളുടെ അളവ്, അതായത് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് അഥവാ TDS. ഇതിനായി ഉപയോഗിക്കുന്ന ഉപകരണം മൾട്ടി പാരാമീറ്റർ വാട്ടർ ക്വാളിറ്റി അനലൈസർ. ഇനി നമുക്ക് മൾട്ടി പാരാമീറ്റർ വാട്ടർ ക്വാളിറ്റി അനലൈസറിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം എന്ന് പരിശോധിക്കാം. ഇതിന് ഒരു ഡിസ്പ്ലേ സ്ക്രീനും 4 സെലക്ട് ബട്ടണുകളും ഒരു സെൻസറുമുണ്ട്. സെൻസറിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഒരു സെൻസർ ക്യാപ്പുമുണ്ട്. ഈ അനലൈസറിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ബാറ്ററി വെച്ചിരിക്കുന്നത്. ബാറ്ററി മാറേണ്ടുന്ന സമയം മാത്രം ഇത് തുറന്നാൽ മതിയാകും. ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുൻപ് ഈ ഉപകരണം കാലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപകരണം കാലിബ്രേറ്റ് ചെയ്തതാണ്. എന്നാലും ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് താപനില വല്ലാതെ കൂടുകയോ കുറയുകയോ ചെയ്താൽ കാലിബ്രേറ്റ് ചെയ്യേണ്ടതായി വരാറുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് സാമ്പിളുകൾ ചെയ്ത ശേഷവും ഇത് കാലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഉപകരണം വിതരണം ചെയ്തവർ തന്നെ 6 മാസത്തിനു ശേഷം കാലിബ്രേറ്റ് ചെയ്തു തരുന്നതായിരിക്കും. എന്നിരുന്നാലും ഇത് എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യാം എന്ന് നമുക്കിവിടെ നോക്കാം. ടെമ്പറേച്ചർ കാലിബ്രേറ്റ് ചെയ്യേണ്ടതില്ല. അത് ഫാക്ടറി കാലിബ്രേഷൻ തന്നെ മതിയാകും. pH കാലിബ്രേഷൻ എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ശുദ്ധമായ ജലം ഉപയോഗിച്ച് സെൻസർ കഴുകി വൃത്തിയാക്കുക. ശേഷം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുക.
അതിനുശേഷം ഓൺ സ്വിച്ച് അമർത്തുക. മോഡേൺ ബട്ടൺ ഉപയോഗിച്ച് pH മോഡ് തിരഞ്ഞെടുക്കുക. pH 4, 7, 10 എന്നീ 3 ബഫർ സൊല്യൂഷൻ pH വാല്യൂ കാലിബ്രേറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. pH വാല്യൂ 7 ഉള്ള ബഫർ സൊല്യൂഷൻ സെൻസർ ക്യാപ്പിൽ ഒഴിക്കുക. സെൻസർ മുക്കിവെക്കുക. ശേഷം കാൽ ബട്ടൺ അമർത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് 2 ഡിസ്പ്ലേ കാണാൻ സാധിക്കും. ഒന്ന് പ്രൈമറി വാല്യൂ, 2 സ്റ്റാൻഡേർഡ് വാല്യൂമാണ്. പ്രൈമറി വാല്യൂ അൺകാലിബ്രേറ്റഡ് ആണ്. കുറച്ചു നേരം സെൻസർ മുങ്ങിയിരിക്കുന്ന സമയത്ത് ഇത് കാലിബ്രേറ്റഡ് ആയി നമുക്ക് കാണാം. അപ്പോൾ മോഡേൺ ബട്ടൺ പ്രസ് ചെയ്യുക. അനലൈസർ കാലിബ്രേറ്റഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി pH വാല്യൂ 4 സൊല്യൂഷനിൽ സെൻസർ മുക്കിവെക്കുക. ശേഷം കാൽ ബട്ടൺ അമർത്തുക. ഡിസ്പ്ലേ സ്ക്രീനിൽ 2 വാല്യൂസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യത്തേത് പ്രൈമറി വാല്യൂ, അത് അൺകാലിബ്രേറ്റഡ് ആണ്. രണ്ടാമത് കാണുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ. കുറച്ച് സമയം കഴിയുമ്പോൾ പ്രൈമറി വാല്യൂ സ്റ്റെബിലൈസ്ഡ് ആയ ശേഷം മോഡേൺ ബട്ടൺ അമർത്തി സ്റ്റാൻഡേർഡ് വാല്യൂവായി കാലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് 10 pH വാല്യൂ ഉള്ള സൊല്യൂഷനിൽ സെൻസർ മുക്കി ഇതേ പ്രക്രിയ ആവർത്തിക്കേണ്ടതാണ്. ഇത്തരത്തിൽ 3 സൊല്യൂഷനുകളുടെയും കാലിബ്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ സെൻസർ കാലിബ്രേഷൻ പൂർത്തീകരിച്ചു. ഓരോ തവണ സൊല്യൂഷൻ മാറുമ്പോഴും ശുദ്ധമായ ജലത്തിൽ വേണം സെൻസർ കഴുകാൻ. ഇനി കണ്ടക്ടിവിറ്റി എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഏറെക്കുറെ pH നിർണയിച്ചതിന്റെ സമാന രീതി തന്നെയാണ് ഇതിനും. ആദ്യം മീറ്റർ ഓൺ ചെയ്ത ശേഷം മോഡേൺ ബട്ടൺ അമർത്തി കണ്ടക്ടിവിറ്റി സെലക്ട് ചെയ്യുക. ശുദ്ധമായ ജലത്തിൽ സെൻസർ കഴുകി വൃത്തിയാക്കിയ ശേഷം 0.001 മോളാർ KCl സ്റ്റാൻഡേർഡ് സൊല്യൂഷനിൽ സെൻസർ മുക്കിവെക്കുക. ശേഷം കാൽ ബട്ടൺ അമർത്തുക. കുറച്ച് സമയത്തിന് ശേഷം പ്രൈമറി വാല്യൂ സ്റ്റെബിലൈസ് ആയ ശേഷം മോഡേൺ ബട്ടൺ അമർത്തി സ്റ്റാൻഡേർഡ് വാല്യൂ കാലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. 1-2 അഡീഷണൽ കാലിബ്രേഷൻ സ്റ്റാൻഡേർഡ് സൊല്യൂഷനിൽ ഇതേ രീതി ആവർത്തിച്ചാൽ കൂടുതൽ കൃത്യത വരുത്താവുന്നതാണ്. അങ്ങനെ നമ്മുടെ കാലിബ്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അടുത്ത കാലിബ്രേഷൻ ചെയ്യുന്നത് വരെ കാൽ ബട്ടൺ അമർത്താൻ പാടില്ല. ഇനി ടെസ്റ്റ് എങ്ങനെ ചെയ്യാം എന്ന് പരിശോധിക്കാം. ഒരു ബീക്കറിൽ സാമ്പിളിൽ നിന്നും കുറച്ച് ജലം ഒഴിക്കുക. മൾട്ടിമീറ്ററിന്റെ ഈ ഭാഗം വരെ മുങ്ങുന്നതിനാവശ്യമായ ജലം ബീക്കറിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ശേഷം മോഡേൺ ബട്ടൺ അമർത്തി ഓരോ പാരാമീറ്ററിന്റെ റീഡിംഗ് നോക്കി അത് റിസൾട്ട് ഷീറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. pH സ്റ്റേബിൾ ആയതിനു ശേഷം റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടി ഹോൾഡ് ബട്ടൺ അമർത്താവുന്നതാണ്. ഹോൾഡ് ബട്ടൺ പ്രസ് ചെയ്ത് അതിന്റെ റിസൾട്ട് ഹോൾഡ് ചെയ്ത ശേഷം റിസൾട്ട് ഷീറ്റ് രേഖപ്പെടുത്താവുന്നതാണ്. pH 7.14. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി 80.3. TDS 56.6. സലൈനിറ്റി 60.5. ഇത്തരത്തിൽ നമുക്ക് തന്നിട്ടുള്ള മീറ്റർ ഉപയോഗിച്ച് pH, സലൈനിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ടെമ്പറേച്ചർ എന്നിവ കണ്ടുപിടിക്കാം.
4 മുതൽ 5 കുട്ടികൾ വരെ ലാബിൽ ലഭ്യമാകുന്ന അവസരത്തിൽ ഓരോ കുട്ടിക്കും ഓരോ ടെസ്റ്റ് എന്ന നിലയിൽ ചുമതലപ്പെടുത്താവുന്നതാണ്. ഓരോ ടെസ്റ്റ് കഴിഞ്ഞ ശേഷം ശേഷിക്കുന്ന സാമ്പിളും റിസൾട്ട് ഷീറ്റും അടുത്ത കുട്ടിക്ക് സുരക്ഷിതമായി തന്നെ കൈമാറേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സാമ്പിൾ ബോട്ടിൽ എപ്പോഴും അടച്ചു മാത്രമേ കൈമാറാവൂ. അതോടൊപ്പം റിസൾട്ട് ഷീറ്റിലെയും സാമ്പിളിലെയും നമ്പർ ഒന്ന് തന്നെ എന്ന് ഓരോ ഘട്ടത്തിലും ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്തതായി നമുക്ക് നടത്തേണ്ട ടെസ്റ്റ് നൈട്രേറ്റും അമോണിയയും ആണ്. ഇവ എങ്ങനെ ടെസ്റ്റ് നടത്താം എന്ന് നമുക്ക് പരിശോധിക്കാം. കളർ കമ്പറേറ്റർ എന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് ഇവ പരിശോധിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന കിറ്റിൽ 3 റിയേജന്റുകളും ഒരു കളർ കമ്പാരിസൺ ചാർട്ടും ഉണ്ടായിരിക്കും. നൈട്രേറ്റ് എങ്ങനെ പരിശോധിക്കാം എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് തന്നിട്ടുള്ള കിറ്റിൽ നിന്നും നൈട്രേറ്റ് റിയേജന്റ് 1-ൽ നിന്നും ഒരു നുള്ള് എടുത്ത് ജലത്തിൽ കലർത്തി 5 മിനിറ്റ് നന്നായി കുലുക്കുക. തുടർന്ന് ഏതാനും മിനിറ്റുകൾ അത് തെളിയുവാനായി വെക്കുക. കുറച്ച് സമയം വെച്ച ശേഷം 5 ml അളന്ന് മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് പകർത്തുക. കിറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള നൈട്രേറ്റ് റിയേജന്റ് 2-ൽ നിന്നും 3 തുള്ളി സൊല്യൂഷൻ ഡ്രോപ്പർ ഉപയോഗിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ശേഷം നൈട്രേറ്റ് ചാർട്ടിലെ നിറവുമായി താരതമ്യം ചെയ്ത് നൈട്രേറ്റിന്റെ അളവ് റിസൾട്ട് ഷീറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. എഴുതിക്കോളൂ, 5 mg/L നൈട്രേറ്റിന് നേരെ. അടുത്തതായി അമോണിയം ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതിലേക്കായി സാമ്പിളിൽ നിന്നും 5 ml ജലം ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക. ശേഷം അമോണിയം റിയേജന്റ് NH1-ൽ നിന്നും 5 തുള്ളി ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിച്ച് നന്നായി കുലുക്കുക. ശേഷം റിസൾട്ട് ചാർട്ടിലെ നിറവുമായി താരതമ്യം ചെയ്ത് റിസൾട്ട് രേഖപ്പെടുത്താവുന്നതാണ്. റിസൾട്ട് എഴുതിക്കോളൂ, 0.5. ജലത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടോ എന്നറിയുന്നതിനായിട്ട് നമ്മൾ H2S സ്ട്രിപ്പ് മെത്തേഡ് മാർഗമാണ് ഉപയോഗിക്കുന്നത്. ഇത് H2S സ്ട്രിപ്പ് ബോട്ടിൽ ഒരു സാമ്പിൾ പരിശോധിക്കുന്നതിനായി ഒരു സ്ട്രിപ്പ് ബോട്ടിൽ ഉപയോഗിക്കേണ്ടതാണ്. ഇതിൽ പരിശോധിക്കേണ്ട സാമ്പിളിൽ നിന്നും 20 ml ജലം ഒഴിച്ച് 18 മുതൽ 24 മണിക്കൂർ വരെ വെച്ച ശേഷം നിരീക്ഷിക്കേണ്ടതാണ്. ഈ ബോട്ടിലിന്റെ മുകൾ ഭാഗത്തായി മാർക്ക് ചെയ്തിരിക്കുന്ന വരെ ജലം നിറച്ചാൽ അത് 20 ml ആകും. ഇതിൽ വെള്ളം നിറയ്ക്കുന്നതിന് മുൻപ് കുപ്പിയുടെ പുറത്ത് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ സാമ്പിൾ നമ്പർ എഴുതാൻ മറക്കരുത്. ഇതിൽ പരിശോധിക്കേണ്ട സാമ്പിളിൽ നിന്നും 20 ml ജലം ഒഴിച്ച് 18 മുതൽ 24 മണിക്കൂർ വരെ സമയം വെച്ച ശേഷം നിരീക്ഷിക്കുകയാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ 24 മണിക്കൂറിന് ശേഷം H2S സ്ട്രിപ്പ് ബോട്ടിലിൽ ഒഴിച്ചു വെച്ച സാമ്പിൾ പരിശോധിക്കാം. ഇതുപോലെ മഞ്ഞ നിറമാണ് എങ്കിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ ബ്രൗൺ നിറമാണ് എങ്കിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം ഈ ബോട്ടിലെ ജലത്തിൽ സോപ്പ് ലായനിയോ അല്ലെങ്കിൽ ഒരു തുള്ളി അണുനാശിനിയോ ഒഴിച്ച് അടച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് സുരക്ഷിതമായിട്ട് സംസ്കരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ ടെസ്റ്റുകൾ മുഴുവൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ റിസൾട്ട് ഷീറ്റിലെ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ സാമ്പിൾ നമ്പറിന് നേരെ രേഖപ്പെടുത്തി പ്രിന്റ് റിസൾട്ട് ബട്ടൺ അമർത്തി പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്.
സാമ്പിളിലെ ജലത്തിലെ ഗുണനിലവാര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്വീകരിക്കേണ്ട മാർഗങ്ങൾ കൂടി ഈ റിസൾട്ട് ഷീറ്റിൽ തനിയെ രേഖപ്പെടുത്തിയായിരിക്കും റിസൾട്ട് പ്രിന്റ് ഔട്ട് കിട്ടുക. ഇതിൽ ബന്ധപ്പെട്ട അധ്യാപകൻ ഒപ്പിട്ട് റിസൾട്ട് ഷീറ്റ് കൈമാറണം. ഈ ടെസ്റ്റുകൾ നടത്തുന്നതിന് സഹായകരമായ ഒരു മാർഗരേഖയും കൈപുസ്തകവും ഇതിനകം തന്നെ ലഭ്യമായിട്ടുണ്ടാകുമല്ലോ. അതിൽ ഇത് സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ലഭ്യമാണ്. അതോടൊപ്പം ടെസ്റ്റുകൾ സംബന്ധിച്ചും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള സംശയങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. ജല ഗുണനിലവാര നിർണയ ലാബുകൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. ഇത്രയും നേരം ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി.